എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന മാർക്കസ് ഔറേലിയസ് എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ്. സ്റ്റോയിസിസം ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മെഡിറ്റേഷൻസ്. മാർക്കസ് ഔറേലിയസ് ഇദ്ദേഹം ഒരു റോമൻ എംപറർ ആണ്. ഇദ്ദേഹം റോമിന്റെ തലപ്പത്ത് ഇരുന്നപ്പോഴും സ്റ്റോയിസിസം ഫോളോ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ദ ഫിലോസഫർ കിങ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. AD 160 മുതൽ 180 വരെയാണ് ഇദ്ദേഹം റോം സാമ്രാജ്യം ഭരിച്ചത്. ഞാൻ ഈ വീഡിയോയിലുടനീളം സ്റ്റോയിസിസം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ സ്റ്റോയിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2500 വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് സ്റ്റോയിസിസം എന്ന് പറയുന്നത്. സെൽഫ് ഇംപ്രൂവ്മെന്റിൽ അധിഷ്ഠിതമായ ഒരു ലൈഫ് സ്റ്റൈലാണ് സ്റ്റോയിസിസം. ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽ നമുക്ക് എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അവയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. സോ തിങ്ക് അബൌട്ട് വാട്ട് യു ക്യാൻ കൺട്രോൾ ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് വാട്ട് യു കാൺട്. നമ്മുടെ ലൈഫിൽ പല പ്രയാസങ്ങളും വരും. അതിനെയൊക്കെ നമ്മൾ പഴി പറയാറുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, പക്ഷെ നമ്മൾ അവിടെ വെച്ച് വേറൊരു സാധനം കണ്ടു, നമുക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ ആ സമയം അത് വാങ്ങിച്ചില്ല. നമ്മൾ വാങ്ങിക്കാതെ തിരിച്ച് വീട്ടിൽ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ആലോചിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവും. അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടാകും. കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലും ആ സാധനം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു കുറ്റബോധം തോന്നും. ഞാൻ അത് വാങ്ങിച്ചായിരുന്നെങ്കിൽ അതിപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നേനെ എന്നുള്ളൊരു കുറ്റബോധം തോന്നും. ആ കുറ്റബോധം നമ്മളെ വല്ലാതെ അലട്ടുകയും ചെയ്യും. അപ്പോ ഇത് ആലോചിച്ചിരുന്ന സമയം കളയാതെ നമ്മൾ അതിനെ എങ്ങനെയും പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റാൻ നോക്കണം. അതായത് ഇങ്ങനെ നമ്മളെ തന്നെ സ്വയം പഴിചാരി കുറ്റം പറയാതെ നമ്മൾ വാങ്ങിക്കാതിരുന്നെങ്കിലുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ആലോചിച്ച് നമ്മളെ ചീത്തയാക്കി മാറ്റിയ നിമിഷത്തെ നല്ലതാക്കി മാറ്റണം. അതായത് പ്രൊഡക്റ്റീവ് ആയിട്ട് ആ സമയത്തെ മാറ്റണം. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാണ്. പക്ഷെ ട്രിപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസ് പറയാണ് പോകണ്ട, നമ്മളെ ട്രിപ്പിന് വിടുന്നില്ല. അപ്പോഴേക്കും നമുക്ക് ഭയങ്കര സങ്കടമാകുന്നു. പിന്നെ നമ്മൾ പേരൻസിന് കുറ്റം പറയാൻ തുടങ്ങും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സ് ട്രിപ്പ് പോയിട്ടിട്ടേക്കുന്ന ഫോട്ടോസ് കാണും. അപ്പൊ അത് കണ്ട് നമുക്ക് സങ്കടം വരാൻ തോന്നും. ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ ഈ സമയത്തെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റണം. ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബുക്സ് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ അത് പോകാതിരുന്നതിനെ കുറിച്ചുള്ള പഴിചാരൽ മാറ്റി വെച്ചിട്ട് അതിനെ നല്ലതാക്കി മാറ്റി ചിന്തിക്കാനോ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചും നമ്മുടെ ടൈമിനെ ആ ഒരു പാഴ് ചിന്തയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റുന്നതും ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ബേർഡൻ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് സ്റ്റോയിസിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബുക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ മാർക്കസ് ഔറേലിയസ് ഒരു രാജാവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇദ്ദേഹത്തിന്റെ കിങ്ഷിപ്പ് ടൈം ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോം അനുഭവിച്ച നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ആ ഹിസ്റ്ററിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് പല രാജ്യങ്ങളുമായി നിരവധി യുദ്ധങ്ങൾ നടക്കുകയും പ്ലേഗ് എന്ന മഹാമാരി റോം ഫുള്ളായും പടർന്നു പിടിക്കുകയും പോവേർട്ടി അതായത് പട്ടിണി റോമില് ഫുള്ളായിട്ട് വരികയും അത് മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഇൻവേഷനും ഇങ്ങനെ കുറെ കാര്യങ്ങളില് റോം ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഈ പ്രശ്നങ്ങളിലെല്ലാം ഒരു ഭീരുവിനെ പോലെ പിന്മാറി നിൽക്കാതെ തന്റെ പദവിയിൽ ഉറച്ചു നിന്ന് ആ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് മാർക്കസ് ഔറേലിയസ്. ഈ സമയങ്ങളിലൊക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ജീവിതത്തെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ചില സംഭവങ്ങളും ഒക്കെ ചേർന്നതാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സാധാ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഫീല് കിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ പുസ്തകം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ എഴുതി വെച്ച ഒരു ജേർണൽ അഥവാ ഡയറിയാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ഈ പുസ്തകത്തിനകത്ത് ഉണ്ടാവില്ല. ഈ പുസ്തകത്തിന് 2000 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില ഐഡിയാസ് ഒക്കെ നമുക്ക് ആപ്റ്റബിൾ ആയിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്ന ലോഗോസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ലോഗോകൾ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തിയാണ്. പ്രപഞ്ചം ലോഗോകളെ പിന്തുടരുന്നു. അതിനാൽ പ്രകൃതി ലോകത്ത് സംഭവിക്കുന്നത് എന്തും സംഭവിക്കാവുന്ന മികച്ച കാര്യങ്ങളായിരിക്കും. ഇതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിച്ചാൽ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ ഈ പുസ്തകത്തിലെ വേറെ കുറെ ആശയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലോസഫിക്കൽ ഐഡിയാസ് ആണ്. പുസ്തകത്തിലും മാർക്കസ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ കണ്ടുമുട്ടുന്നത് എന്തും നിങ്ങൾക്ക് തിരിച്ചറിയാനും നിർവചിക്കാനും കഴിയണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിനോ സാഹചര്യത്തിനോ പ്രതികരിക്കുന്നതിന് മുൻപ് അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബുക്കിലെ മറ്റൊരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: നിരീക്ഷിക്കുക, വിധിക്കുക, പൊരുത്തപ്പെടുക. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കണ്ടെത്തി നിരീക്ഷിച്ച് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ
നമുക്ക് ആ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാവും. ഏതൊരു ബാഹ്യശക്തിക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടുവരിക. ശക്തവും ആരോഗ്യകരവുമായ ഒരു മനസ്സ് വളർത്തിയെടുക്കുക തുടങ്ങി നിരവധി ഫിലോസഫിക്കൽ ഐഡിയാസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക. മാർക്കസ് എല്ലാവരും ഭയപ്പെടുന്ന മരണത്തെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന പൂർണ്ണ ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം. മരണത്തെ ഭയത്തോടെ കാണാതെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയും ആ ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യണം. അതിനാൽ തന്നെ ചെയ്യാനുള്ള കാര്യം നാളേക്കായി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. സ്വയമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. അതായത് എന്റെ ഐഡിയാസ് വെച്ച് ഇനിയും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്റെ കൺട്രോളിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, ഇനിയും എനിക്ക് എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. വിശ്വാസങ്ങൾ എന്ത് തന്നെ ആയാലും അവ നമ്മുടെ ജീവിതത്തിലേക്കോ ചിന്തയിലേക്കോ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നമ്മുടേത് തന്നെയാണ് എന്ന് മാർക്കസ് പറഞ്ഞു വയ്ക്കുന്നു. വെറും 80 പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണിത്. വീണിടത്ത് കിടന്ന് കരയാതെ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷനിലേക്ക് മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ ജീവിച്ചു മരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഈ പുസ്തകം വായിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. കാരണം പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിട്ട ഒരു ചക്രവർത്തിയുടെ മഷിത്തുമ്പിൽ നിന്ന് വീണ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. കാരണം ഈ പുസ്തകത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാജ്യം പല കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടിരുന്നപ്പോൾ എഴുതിയ പല ചിന്തകളുമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നിന്ന് ചീന്തിയെടുത്ത പല വരികളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ ഫേസ് ചെയ്യാമെന്നും ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ബുക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ബുക്ക് റിവ്യൂ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.